RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. സംഘപരിവാറിന്റെയൊക്കെ ബൗദ്ധിക പ്രമുഖാണെന്നാണ് തള്ളിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ TG മോഹൻദാസിനെ RSS തന്നെ തള്ളി. ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ കാജിയാണ്. ഞാൻ ഇന്നലെ വന്നില്ല, ഇന്നലെ അത്ര സുഖം ഉണ്ടായിരുന്നില്ല, സ്വല്പം ഇതായിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു നമ്മുടെ ഹെൽത്ത്, അതുകൊണ്ട് വന്നില്ല. ഞാൻ ഇന്ന് വരാൻ കാരണം കുറച്ച് നാളായിട്ട് നമുക്കിടയിൽ പൊങ്ങി വന്നിരിക്കുന്ന സബ്ജക്റ്റ് ആണ് ഡൽഹിയിലെ പ്രശ്നം. അതായത് ഡൽഹിയിലെ കലാപവും കാര്യങ്ങളും അല്ല, സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം. ആ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളാക്കുന്ന, അവർക്ക് വിദേശ സഹായം വരുന്ന കലാപം നടത്താൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര്, ഇപ്പൊ കാക്കിയിട്ട കാട്ടാളന്മാരാണെങ്കിലും കാക്കി വേഷം ധരിച്ച സംഘി സുഹൃത്തുക്കളാണെങ്കിലും അവിടെ നടക്കുന്ന വിത്തൗട്ട് നെയിം പ്ലേറ്റ് അവര് പിള്ളേരെ തല്ലുന്നതും അവർക്ക് ഓരോ പട്ടങ്ങൾ ചാർത്തി കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണോ പ്രശ്നം ഉണ്ടാക്കിയവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിനെ കൊണ്ട് അവിടെ രാജിവെപ്പിച്ചു നമ്മുടെ കോക്രോച്ച് പാർട്ടി. കാരണം അവർക്ക് ഭരിക്കുന്നവർക്ക് മനസ്സിലായി പ്രതിഷേധിക്കാൻ ആൾക്കാരുണ്ട്. പ്രതിഷേധിക്കാൻ ഒരുപാട് പ്രായമായ ഒരു കൂട്ടം ആൾക്കാരല്ല വന്നത്, വിദ്യാർത്ഥി സമൂഹമാണ്. തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആർക്കായാലും പഠിച്ച് നേടിയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതോ കോപ്പി അടിച്ചോ അതൊക്കെ കാലിത്തൊഴുത്ത് കഴുകിയിട്ടോ കിട്ടുന്നൊരു വിദ്യാഭ്യാസമല്ല. സ്വയം പഠിച്ച് നേടിയെടുത്ത ആ ഒരു അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർക്കുള്ള സങ്കടങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ കാണിച്ചത്. നമ്മൾ കണ്ടതുമാണ്. അത് അടിച്ചമർത്താന് ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന പാർട്ടി എന്തൊക്കെ ചെയ്ത് എന്നൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. കാരണം ഇപ്പൊ UP-യിലാണെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ സമരത്തിൽ ഏർപ്പെട്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം ഫ്രീ ആയി, ഭക്ഷണത്തിന്റെ സൗകര്യം ഫ്രീ എന്നല്ല ഞാൻ പറയുന്നത്, സൗകര്യം ചെയ്തു കൊടുത്തു. അയാൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി ഭീകര സഹായം എന്ന രീതിയിൽ ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. അപ്പൊ ആലോചിക്കണം, കാരണം ഈ ഭരിക്കുന്നവർക്ക് ഒരു ഇതുണ്ട് മനസ്സിൽ, ബാക്കിയുള്ളവരൊക്കെ അടിമകളാണ്, നമ്മളെ കാലിന്റെ അടിയിൽ മതി എന്നതിനുള്ള തെളിവാണത്. അപ്പൊ കാരണം പിന്നെ ഇപ്പോ ആ ഡൽഹിയിലെ ഒരു പോലീസ് ഓഫീസറാണ്, IPS ഓഫീസർ, ആളോട് പറഞ്ഞു കള്ളക്കേസ് എടുത്തിട്ട് കുട്ടികളെ എല്ലാത്തിനും അറസ്റ്റ് ചെയ്ത് ഇടണം, ജയിലിൽ ഇടണം. കാരണം ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അവകാശങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ അതിന് എതിരെ പോലീസുകാർ കള്ളക്കേസ് എടുക്കും, ജയിലിലിടും. കാരണം ഇപ്പൊ എത്രയോ സ്റ്റുഡൻസ് ജയിലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ കള്ളക്കേസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ഉദ്യോഗസ്ഥന് കാക്കിക്കൊള്ളിലാണെങ്കിലും ഒരു മനസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇത് കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്, അവർക്കെതിരെ കള്ളക്കേസൊന്നും എടുക്കാൻ പറ്റില്ല. എന്നിട്ടും നിർബന്ധമായിരുന്നു. പിന്നീന്ന് ആൾക്ക് മനസ്സിലായി ഇതിപ്പോ എന്തെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ആളെന്താ ചെയ്ത്, മാന്യമായിട്ട് ആ ജോലി റിസൈൻ ചെയ്തു. IPS പഠിച്ച് നേടിയതാണ്. പഠിച്ചു നേടിയ പിള്ളേരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ അവർ കളത്തിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ പോലീസ് ഓഫീസർ ഇത് ജോലിയിൽ നിന്ന് പിൻവാങ്ങി, കാരണം റിസൈൻ ചെയ്തു. ഈ കാക്കിക്കുള്ളിൽ ഇരിക്കുമ്പോഴല്ലേ ഇവരെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റുള്ളൂ. ഒരു പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾക്ക് എന്തു ചെയ്യാം, സംസാരിക്കാം. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. അത് മാത്രമല്ല, ഒരു 3 വീഡിയോ കേരളത്തിൽ നിന്നുള്ള ഒരു വശത്തിന്റെ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോ നിങ്ങളൊന്നൊരു 10-40 സെക്കൻഡ്സ് കാണും. നിങ്ങളൊന്ന് കാണുക ആളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ. കാരണം പഠിച്ച് നേടിയ ഉദ്യോഗമാണ് ഈ ചാണകം തിന്നുന്ന ആൾക്കാരുടെ ഒരൊറ്റ കലിപ്പ് കാരണം ആ ജോലി വിട്ടിട്ട് ആള് ഇറങ്ങുന്നത്. കാരണം ആള് പഠിച്ചു വന്ന ആളാണ്. അതേമാതിരി കുട്ടികളെ സമരം ചെയ്യുമ്പോൾ കുട്ടികളെ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ സങ്കടം നമുക്ക് മനസ്സിലാവും. ആ വീഡിയോ ഞാനൊന്ന് സൈഡിൽ കാണിക്കാം. मैं तत्काल प्रभाव से भारतीय पुलिस सेवा से अपना इस्तीफा सौंप रहा हूं। सरकार मुझसे ये उम्मीद कर रही थी कि मैं प्रेस के सामने आऊं और सड़कों पर अपने हक की मांग कर रहे छात्रों के बारे में सरासर झूठ बोलूं।
मुझसे कहा गया कि मैं उन्हें अपराधी साबित करूं। मैं ऐसी किसी भी व्यवस्था का हिस्सा नहीं रह सकता जो मुझे सच बोलने से रोके और मासूम छात्रों को फंसाने के लिए मजबूर करे। ये छात्र कोई आतंकवादी नहीं है, ये हमारे देश का भविष्य है। मैंने पुलिस की नौकरी सच का साथ देने के लिए चुनी थी, झूठ बेचने के लिए नहीं। मैं सरकार के इस कृत्य का हिस्सा नहीं बन सकता। आज से मैं सरकार के साथ नहीं बल्कि इन छात्रों പോലീസ് പറഞ്ഞു കേട്ടില്ല, അവർ തീവ്രവാദികളല്ല, രാജ്യത്തിലെ കുട്ടികളാണ്, നടക്കില്ല എന്ന് പറഞ്ഞപ്പോ ആളുടെ മാന്യത കാണിച്ചു. ആൾക്ക് വേണമെങ്കിൽ ഭരണത്തിന്റെ ഭരിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളുടെ മേലെ ക്രിമിനൽ കേസ് എടുത്ത് അവര് ജയിലിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ചെയ്യാണ്ട് ഇറങ്ങിപ്പോയി. കാരണം മനസ്സ് തകർന്നിട്ട് ഇതേമാതിരി, കാരണം ഒരു പോലീസിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഇമാതിരി സുപ്പീരിയർ രീതിയിൽ ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ താഴേക്കിടയിൽ നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് എന്തായിരിക്കും അവരെ ഫീലിങ്. ഞാന് ഈ വീഡിയോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 3 വീഡിയോ. നമ്മളെ TG മോഹൻദാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു വിഷവിത്ത് RSSന്റെ മെയിൻ ആളാണ് മോഹൻദാസ്. വരും, ചാനലിൽ വരും, ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അതേമാതിരി പറയുന്ന ഒരു 3 വീഡിയോ. കാരണം പറയണ വെടിവെച്ച് കൊല്ലും, കുട്ടികളെ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന കുട്ടികളെ വെടിവെച്ച് കൊല്ലും എന്നാണ് പറയുന്നത്. അവിടെ കർഫ്യൂ, എന്നിട്ട് ആ മൃതദേഹങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇടും. അവരെന്താ ചെയ്തോട്ടെ. കാരണം ആ മനസ്സിൽ നിന്ന് വരുന്ന, ഇവര് വായ തുറന്ന വിഷമാണ് തുപ്പുക. പക്ഷെ ഈ മോഹൻദാസ്, കാരണം ഇതാണ് ഇവര് കേരളത്തിലും പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാലൊന്ന്. ഇപ്പൊ ഞാൻ കേട്ടത് ആൾക്കെതിരെ കേസെടുക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ ഇതിന്ന് വന്നു എന്നാണ്, നിർദ്ദേശം വന്നു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാനതിൽ വിശ്വസിക്കണില്ല. കാരണം ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് പുറമേക്കേ വെള്ള കളറുള്ള, ഉള്ളിലേക്ക് കാവ്യാന്നൊരു പൊതുവായ ടോക്ക് ഉണ്ട്. ഞാന് TG മോഹൻദാസ് ആദ്യം പറയുന്ന ആ വീഡിയോ, കാരണം ഇത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ വെടിവെച്ച് കൊല്ലുന്നുള്ളത്, ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. എവിടെ ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോമല്ല, ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. കേട്ടല്ലോ, പറയുന്നത് ആൾക്കൊരു പ്ലാൻ ഉണ്ട്. കാരണം ഇന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ, ഒരു അവസരം കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കുട്ടികളാണ്, പെണ്ണുങ്ങളാണെന്നൊന്നും നോക്കൂല, എല്ലാരും വെടിവെച്ച് കൊല്ലും, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിടും. അവിടുന്ന് അവരെന്താ ചെയ്തോട്ടെ, അവിടുന്ന് സപ്ലൈ ചെയ്യും എന്നൊക്കെയുള്ള ഒരു വർത്താനം, സംസാരം ആളുടെ വായെന്ന് വരുമ്പോ ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇയാളെ സംബന്ധിച്ച് വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യം കാണിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ, മര്യാദക്ക് വളി വിടാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത ഈ മോഹൻദാസ് എന്താണ് ഈ AK-47 എടുത്തിട്ട് ഇയാളെ എവിടെ പോയിട്ട് വെടിവെക്കുന്ന പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ആളുടെ ആഗ്രഹം, ഓഫ് കോഴ്സ് ആൾക്ക് എന്തായാലും ഒരു ഹിന്ദുത്വം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടി എന്ത് അലമ്പ് ചെയ്താലും അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ളവർ വെടിവെച്ച് കൊല്ലും എന്ന് മനസ്സിലുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന വിഷവിത്തായിട്ട് കണ്ടാൽ മതി. അപ്പൊ ഇത് മാത്രല്ല, ഇദ്ദേഹം വേറൊരു കാര്യം കൂടി, പെണ്ണുങ്ങളെ അപമാനിച്ച സ്ത്രീകളെ അപമാനിച്ചിട്ട് അവര് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് പെണ്ണുങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ മോഹൻദാസിനോട് ഞാനൊരു കാര്യം പറയാണ്, നിങ്ങൾ RSSകാർക്ക് ഏത് പെണ്ണിനെ കണ്ടാലും റേപ്പ് ചെയ്യണം, ഗർഭത്തിൽ ചൂരം കയറ്റണം, ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കണം, കൊല്ലണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇരിക്കി.
കേരളത്തിൽ വന്ന് ഇങ്ങനെ വർത്താനം പറയുമ്പോ ഇയാൾക്കെതിരെ ഒന്നാമത് ഇപ്പൊ ആഭ്യന്തരമന്ത്രി ഇപ്പൊ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ TG മോഹൻദാസ് നിന്റെ കാര്യം എന്താവും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ കണ്ടില്ല, ഈ ഫോട്ടോയിൽ കാണുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, എന്നിട്ടും പറയണ ആൾക്ക് അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചൊക്കത്തിന് വെടിവെച്ച് കൊല്ലണമെന്നാണ്. ഞാൻ ആ വീഡിയോ, കാരണം പെണ്ണുങ്ങൾ ബലാത്സംഗം ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളാന്ന് പറയുന്ന വീഡിയോ ഇയാള് പറയുന്നത് ഞാൻ സൈഡിൽ കാണിക്കാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും ഡിങ്കിടി ഡിങ്കിൻ ഡിങ്കിഡിങ് ഡിങ്. അങ്ങനെ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കാരണം ഒരു പെണ്ണുങ്ങൾ RSS പ്രമുഖമായ ഇയാളും ഇയാളുടെ കൂട്ടുകാരും ഒരു പെൺകുട്ടീനോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ എങ്ങനെയാണ് കാണുന്നത്, ഏത് പെണ്ണിനെ കണ്ടാലും റേപ്പ് ചെയ്ത് കൊല്ലും എന്ന രീതിയിലുള്ള, റേപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നേതാവാണല്ലോ ഇവരെ. കാരണം വിഷം തുപ്പാൻ മാത്രമുള്ള ഒരു നേതാവാണെങ്കിലും ഈ ചാനലുകാർക്ക് ഇയാളെ വിളിച്ചിരുത്തിയിട്ട് എന്താണ് ഈ പറയിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. ഇതിന് യൂട്യൂബേഴ്സിനും ഇതൊക്കെ ഉണ്ടാക്കല്ലോ, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് ഇവരൊക്കെ. ഇതൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ട് ട്ടാ. എന്നിട്ടും ജനങ്ങൾ വെറുതെ വിടുന്നുണ്ട്. കാരണം എന്തൊക്കെ ഇപ്പൊ പറഞ്ഞ് റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന പെണ്ണുങ്ങളാണ് സമരത്തിന് പോകുന്നത്. 2 പിള്ളേരെ വെടിവെച്ച് കൊല്ലണം. കുട്ടികളെ പ്രതിഷേധിക്കുന്ന, നിങ്ങൾ ആലോചിക്കുന്ന സമരക്കാരെ അല്ല, പ്രതിഷേധിക്കുന്ന കുട്ടികളെ വെടിവെച്ച് കൊല്ലണം എന്നാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് TG മോഹൻദാസ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന്. അപ്പൊ എനിക്കൊരു വീഡിയോ കിട്ടിയാണ്. കാരണം ഇയാൾക്ക് എങ്ങനെയെങ്കിലും കലാപം ഉണ്ടാക്കണം. മര്യാദക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് അങ്ങോട്ട് കുടുംബം നോക്കുന്ന ഹിന്ദുക്കളെ തെരുവിലേക്ക് ഇറക്കി എല്ലാ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മൂർച്ച കൂട്ടിയിട്ടാണ് ആൾ ചെയ്യുന്നത്. ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. എന്തായാലും ഒന്ന് കാണാമല്ലോ ഇയാള് പറയുന്നത്. നോക്കിയേ. തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും. 13 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. കാരണം ഞാൻ ഈ വർഗീയ ചിന്തയുള്ള ഈ RSS പ്രമുഖ എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള വിഷചിന്തകള്, കാരണം ഇപ്പോ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു. ജോലി ഇട്ടെറിഞ്ഞു പോയ നല്ലവനായ ഒരു പോലീസ് ഓഫീസറുടെ വീഡിയോ ആദ്യം കാണിച്ചു. പിന്നെ അന്നത് ഈ മോഹൻദാസ് എന്ന ആളുടെ രാക്ഷസന്റെ വിഷവിത്തിന്റെ മനസ്സിലുള്ള വിഷം തുപ്പുന്നത് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ പറ, ഇമാതിരി വിഷം മനസ്സിലുള്ള ആൾക്കാരെ നമ്മളെ കേരളം ഭരിപ്പിക്കണോ? നമ്മളൊക്കെ ജീവിക്കണ്ടേ? നമ്മൾ ചാണകല്ല തിന്ന്, നമ്മൾ ചോറും കറിയും സാമ്പാറും ഇറച്ചിക്കറിയൊക്കെ കഴിച്ച് ശീലിച്ചവരാണ് മലയാളികള്. പക്ഷെ ഇവരാണെങ്കിലോ ചാണകം, പോത്തിന്റെ മറ്റൊടുത്ത് നക്കിയിട്ടും കാര്യങ്ങളും ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു നിലവാരം മാത്രമാണ് കാണിക്കുന്നത്. ആ ജനഗണമന എന്ന സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പ്രതിഷേധിക്കുന്നവന് കുറ്റവാളികൾ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാണ്, പ്രതിഷേധിക്കുന്നത് ആരാണോ, അവകാശങ്ങൾ നേടിയെടുക്കാൻ സംസാരിക്കുന്ന ആരാണോ അവര് തീവ്രവാദികളായി. ഇതിൽ ഞാൻ പറയാനുള്ളത്, ഇപ്പോ രാജ്യദ്രോഹി അവന്റെ തന്ത തീവ്രവാദിയ, അവന്റെ മറ്റ് തന്തമാര്, ഇതൊക്കെ ഞാൻ കേട്ടതാണ് കേട്ടാ, കമന്റ്സിൽ വായിച്ചതാ. കാരണം ഇപ്പൊ ലാസ്റ്റ് കാണിച്ച വീഡിയോന്റെ അടിയിൽ ഞാൻ കമന്റ്സ് നോക്കി, ഏതെങ്കിലും ഹിന്ദു സഹോദരന്മാർ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന്. സകലമാന ഹിന്ദു സഹോദരന്മാര് അമ്പട്ടെ പുളിച്ച തെറിയായിരുന്നു. എനിക്കിവിടെ പറയാൻ പറ്റൂല. അത്രക്ക് തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മനസ്സിൽ കുറച്ചേരം ചിരിച്ചുട്ടാ. കാരണം ഈ നിലയ്ക്കാണ് നമ്മൾ മനുഷ്യന്മാർ ഇവരെ, ഈ RSS പ്രമുഖനെയും BJP ഗവൺമെന്റിനെയും. കാരണം
പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ബുള്ളറ്റ് പ്രയോഗിക്കുന്ന തോക്കുണ്ടല്ലോ, മറ്റേ മരിക്കാത്ത ബുള്ളറ്റ് ഉള്ളത്, ആ തൊലിയും കാര്യങ്ങളൊക്കെ സ്കിന്നൊക്കെ ഡാമേജ് ആക്കുന്ന അത് പ്രയോഗിക്കുന്ന, രാജ്യദ്രോഹികളാക്കുന്ന, ഭക്ഷണം കൊടുക്കുന്നവനെ അറസ്റ്റ് ചെയ്യുന്ന, ബാക്കി സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് വ്ളോഗേഴ്സ് ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ റീച്ചിനല്ലാതെ കുട്ടികൾക്ക് വേണ്ടി പോയവരുണ്ട്. ഞാനിപ്പോ ഈ വീഡിയോ, ഈ 3 വീഡിയോ 1, 2, 3 4 കാണിച്ചു തോന്നുന്നു പോലീസിനടക്കം. ഇതായിട്ട് നിങ്ങൾക്കിടയിൽ വന്നിട്ട് എനിക്ക് പറയാനുള്ളത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? കാരണം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ, അതോ രാജാക്കന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇവര് ഇപ്പൊ ഒരു രാജ്യഭരണം പോലെ തുണിയില്ലാത്ത രാജാവിനെ കണ്ട് കൂവി എന്നൊരു പഴയൊരു കഥയുണ്ട്. അതേമാതിരി തന്നെ ഇവര് തുണിയില്ലാണ്ട് നടക്കുമ്പോൾ നമ്മൾ തുണിയില്ലാണ്ട് നടക്കണം എന്നാണ് BJP ഗവൺമെന്റ് പറയുന്നത്. ഈ TG മോഹൻദാസ് ആണെങ്കിൽ ഇമാതിരി വിഷവിത്തുക്കളുടെ ഇടയ്ക്ക്, കാരണം നമ്മളെ ആഭ്യന്തരം എവിടെയെന്ന് എനിക്കറിയുന്നില്ല. ഇപ്പൊ കേസ് എടുക്കുമെന്ന് പറഞ്ഞു, ലാസ്റ്റ് ആയിരിക്കും ഇനി കേസ് എടുക്കോ ഇല്ലേ എന്നുള്ളത് പടച്ച തമ്പുരാനെ അറിയുള്ളൂ. കേസ് എടുക്കില്ല, കാരണം പുറത്തേക്ക് മാത്രമേ വെള്ളയുള്ളൂ, ഉള്ളിലേക്ക് കാവ്യാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഈ വീഡിയോസ് കണ്ടപ്പോഴേ നിങ്ങൾക്കിടയിലൊക്കെ വന്നിട്ട് ഈ പിള്ളേരുടെ അവസ്ഥ, ഇവരുടെ മനസ്സിൽ വിഷം തുപ്പുന്നത്, ഇതെല്ലാം നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോ നിങ്ങൾ ചിന്തിക്ക്, നമ്മൾ മലയാളികൾ ചിന്തിക്കുക, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ കേരളത്തിൽ ഭരണം കൊടുക്കണോ അതോ വേണ്ടേ? നമ്മൾക്ക് മനുഷ്യന്മാരായിട്ട് ജീവിച്ചാൽ മതിയോ, അതോ പോത്തിന് കഴിക്കുന്ന തൊഴുത്തിൽ കിടന്നുറങ്ങിയാൽ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ തീരുമാനിച്ചില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് 10 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനുശേഷം ഇപ്പൊ കോൺഗ്രസും ഭരിക്കുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ഹാഫ് നമുക്ക് ഇനി അറിയാം, അവര് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ. കാരണം ഇപ്പൊ തന്നെ കുറെ സ്ഥലത്ത് മൂഞ്ചി തുളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി വരുന്നത് എങ്ങനെ ആണുങ്ങൾ ഭരിച്ചിരുന്നിടത്ത് ഓരോരുത്തർ കയറി നിന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മള് ഇപ്പോ നമുക്കും മക്കളും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ പഠിച്ച് ഇപ്പൊ ഇത് നീറ്റ് എക്സാം, ആരൊക്കെ ഡോക്ടർ ആവണം എന്നുള്ള എൻ്റെ ഒരു എക്സാം ആണിത്. കാരണം 1-2 കൊല്ലം എന്തായാലും പരിശ്രമിച്ചിട്ടാണ് ഓരോ കുട്ടികളെ എക്സാം എഴുതാൻ വരുന്നത്. അതിനൊന്നും അർത്ഥമില്ലാണ്ടാക്കി കളയുന്ന, കുട്ടികളുടെ ഭാവി തുലാസിലാക്കുന്ന, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കണോ വേണ്ടേ? ജനങ്ങളൊന്ന് ചിന്തിക്കുക. വോട്ട് കുത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണം. അല്ലാ, ഇത്രയും പറഞ്ഞുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോ ഇന്നിവിടെ പറയുന്നത് നിങ്ങളുടെ മറ്റാരുമല്ല, നിങ്ങളുടെ ഏജന്റ് കാസി.